നമ്മുടെ രാജ്യം പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നു. നമ്മുടെ അഭിമാനമുയർത്തി ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ പേര് സുവർണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ദൃഢനിശ്ചയം എത്രത്തോളം ശക്തമാകാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. അതെ, ആരോഗ്യ മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ വഴി നമ്മൾ 3 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ നേടിയിരിക്കുന്നു. ഈ അഭിമാനകരമായ നേട്ടം യാഥാർത്ഥ്യമാക്കിയത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ശക്തിയാണ്. നമ്മളുടെ അമ്മമാർ, സഹോദരിമാർ, പെൺമക്കൾ. ഇന്ത്യയിലെ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യ പരിശോധനാ ദൗത്യങ്ങളിൽ ഒന്നാണത്. വിവിധതരം ഗൈനക്കോളജിക്കൽ രോഗങ്ങൾ, പോഷകാഹാരക്കുറവ്, വിളർച്ച തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും ചികിത്സ ഉറപ്പാക്കാനും സഹായിക്കുന്ന ആരോഗ്യ പദ്ധതിയാണിത്. സ്ത്രീകളുടെ ആരോഗ്യം എന്നത് ഒരു വീടിന്റെ ആരോഗ്യമാണ്, ഒരു കുടുംബത്തിന്റെ സുരക്ഷയാണ്. സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ ലക്ഷ്യമിട്ടത് അതാണ്. മാതൃകാപരമായ പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, കൃത്യമായി അത് നടത്തിക്കൊണ്ട് ഇന്ത്യൻ ജനത ലോകത്തിന് മാതൃകയാവുകയായിരുന്നു. റെക്കോർഡ് സമയത്തിനുള്ളിൽ റെക്കോർഡ് എണ്ണം സ്ത്രീകളിലേക്ക് ആരോഗ്യ പരിശോധനകൾ എത്തിച്ചു. ഒരു ദിവസം 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി അക്കങ്ങൾ കേട്ട് ലോകം അമ്പരന്നുപോയി. ഒരു മാസം കൊണ്ട് 3.21 കോടി സ്ത്രീകൾ പദ്ധതിയിൽ അംഗങ്ങളായി. ഒരു ആഴ്ചയ്ക്കുള്ളിൽ 9.94 ലക്ഷം ഓൺലൈൻ സ്ഥാനാർബുദ പരിശോധനകൾ. സംസ്ഥാന തലത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 1.25 ലക്ഷം വൈറ്റൽ സെൻസ് പരിശോധന നടത്തിയുമാണ് ഒറ്റ പദ്ധതിയിലൂടെ 3 ഗിന്നസ് റെക്കോർഡുകൾ നേടിയത്. ഈ മുന്നേറ്റം ലോകാരോഗ്യ സംഘടനയുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റി. ലോകത്തിനു മുന്നിൽ ഒരു വികസ്വര രാജ്യം ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയ ആരോഗ്യ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നത് ആദ്യമായാണ്. ഇത് ഇന്ത്യയുടെ കാര്യക്ഷമതയുടെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും വിജയമാണ്. ഈ റെക്കോർഡ് വെറും തുടക്കം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രത്തോളം ചരിത്രപരമാകുന്നത്? കാരണം അത് ലക്ഷ്യമിട്ടത് സ്ത്രീകളെയാണ്. പരമ്പരാഗതമായി കുടുംബത്തിനായി സ്വന്തം ആരോഗ്യം അവഗണിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ. എന്നാൽ സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ വഴി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞു, പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞു, പ്രതിരോധ കുത്തിവയ്പ്പുകളും അടിസ്ഥാന ചികിത്സകളും വീട്ടുവാതിക്കലെത്തിച്ചു. ഇത് വെറും ഒരു പദ്ധതിയുടെ വിജയമല്ല, ഇത് ആരോഗ്യപരമായ അവകാശങ്ങളുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ ഓരോ സഹോദരിമാരും അമ്മമാരും ആരോഗ്യവതികളാണ്, അവർ ശക്തരാണ്. ഒരു സ്ത്രീ ആരോഗ്യമുള്ളവളായിരിക്കുമ്പോൾ ആ കുടുംബം മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ ഭാവി കൂടിയാണ് സുരക്ഷിതമാകുന്നത്. നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ ലക്ഷ്യം വ്യക്തമാണ്. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റണം. നമ്മൾ ഓരോരുത്തരും ഈ വിജയത്തിൻ്റെ ഭാഗമാണ്.